തോറ്റെങ്കിൽ തോറ്റെന്നുള്ളത് സംബന്ധിച്ച് വീട്ടിലിരിക്കുക, പിന്നെ വന്ന് അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് വിക്ടിം ഇവനാണ്. ഞാൻ ആ വിക്ടിം, അല്ലാതെ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ഗെയിമിനകത്ത് കാണിച്ചു. ഞാൻ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാനത് മുഖം നോക്കിയിട്ട് ആര്യനും അക്ബറിനോട് നോക്കിയിട്ട് എടാ എല്ലാം ഇവിടെ തീർന്നു എന്ന് പറഞ്ഞിട്ട് പോകണം. ലക്ഷ്മിക്ക് ഞാൻ ഹഗ്ഗൊന്നും കൊടുത്തില്ല, കൈ കൊടുത്തുള്ളൂ, താല്പര്യമില്ലായിരുന്നു. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇത് വ്യക്തമാക്കേണ്ടതുണ്ട്. ലക്ഷ്മിയായിട്ട് ഞാൻ പുറത്ത് ഡിഫമേഷന് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പെൻഡിങ് ആയിട്ടിരിക്കുക. കാരണം ലക്ഷ്മിയോ ഞാനോ അതിനെപ്പറ്റി സംസാരിക്കുന്നത് വളരെ തെറ്റാണ്. കാരണം വെച്ചാൽ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നെ ലക്ഷ്മിയുടെ വീട്ടുകാരും ലക്ഷ്മിയും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അത് അവരോട് നമ്മൾ ഇതുവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ കാര്യം ഡിഫമേഷൻ എന്നുള്ളൊരു ഒരു വ്യക്തിഹത്യ എന്നുള്ളൊരു സംഭവം നടന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു കേസ്, ഞാനൊരു വക്കീലാണ്, അതിൻ്റെ ഒരു കേസ് പെൻഡിങ് ആണെന്നാണ് ഞാൻ പറഞ്ഞേക്കണം. അത് പെൻഡിങ് ആണെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് യാതൊരു താല്പര്യമില്ല സംസാരിക്കാൻ വേണ്ടി. അത് കാരണം ഗെയിം തീർന്നിട്ടില്ല. പിന്നെ മാത്രമല്ല, എൻ്റെ ഇഷ്യൂ ലക്ഷ്മിയായിട്ട് മാത്രം, ജിയോ ഹോട്ട്സ്റ്റാർ ആയിട്ടല്ല, എൻ്റെ മോൾ ഷൈനായിട്ടല്ല, ഏഷ്യാനെറ്റ് ആയിട്ടല്ല, ഓക്കെ, ബിഗ് ബോസ് ആയിട്ടല്ല. ഇഷ്യൂ ഈസ് ലക്ഷ്മി എന്നുള്ളൊരു വ്യക്തി. ആ പുള്ളിക്കാരത്തി അവിടെ വന്നിട്ട് എന്തും പറയാം, അക്കൗണ്ടബിൾ ആവൂല. അതായത് ഇത് ഗെയിമല്ല, ഗെയിമിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ല, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ഈ പറഞ്ഞ പോലെ ആൻറ്റി LGBTQ ആൾക്കാരുടെ രീതിയിലുള്ളത് ചിലപ്പോൾ കാണാപ്പാടം പഠിച്ചു എന്ന് പറയായിരിക്കും. അല്ലെങ്കിൽ കുറേ ഈ പറഞ്ഞ പോലെ ഹോമോഫോബിക് ആയിട്ടുള്ള ഐഡിയാസ് മുന്നിലേക്ക് ഇടുക, കുറേ മിസ്ആൻഡ്രിസ്റ്റ് ഐഡിയാസ് മുന്നിലേക്ക് ഇടുക. ഇതൊക്കെ മനസ്സിലായി. ഈ ഒരു കാര്യം, ഇങ്ങനൊരു വ്യക്തി സൊസൈറ്റിയിൽ എങ്ങനെയായിരിക്കും, നമ്മളിപ്പോൾ റിയൽ ലൈഫിൽ ഇങ്ങനൊരു വ്യക്തി ഉണ്ടെങ്കിൽ പുള്ളിയുടെ കാഴ്ചപ്പാടിന്, ഞാൻ നേരത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ പറഞ്ഞു, ലക്ഷ്മിക്ക് കുറേ ട്രോമ ഉണ്ടെങ്കിൽ അത് വന്ന് റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലമല്ല ബിഗ് ബോസ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് ഞാൻ അവിടെ ഷോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാവരുമായിട്ട് നമ്മൾക്ക് ഒരു നല്ലൊരു റാപ്പുണ്ട്, എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട് ആ ബിഗ് ബോസ് ഷോയിൽ. പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ, അതായത് ലക്ഷ്മിയെ പോലുള്ള ആളുകൾ എന്തിൻ്റെ ബലത്തിലാണ് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് വിടുന്നത്, അത് പരിശോധിക്കേണ്ടത്. അപ്പം ഞാനതുകൊണ്ട് ഞാൻ പറയാം, ഇവരുടെ ആർമി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പരിഹസിക്കുകയാണ്. അതായത് ഇവരെന്ത് കണ്ടിട്ടാണ് ഈ ആർമി ഉണ്ടാക്കുക. പിന്നെ ഇന്നലെ ഞാൻ ഇട്ടൊരു പോസ്റ്റിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ഇട്ട് താഴത്തേക്ക് വരാം, ഗെയിം കഴിഞ്ഞില്ലേ, നിങ്ങളല്ലേ ഗെയിം വിടാത്തേ. നേരത്തെ പറഞ്ഞ പോലെ ഗെയിം ഞാൻ ഈ ബിഗ് ബോസ് മൊത്തം കഴിഞ്ഞ് കഴിഞ്ഞിട്ട്, അതായത് ഈ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിനുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ. അപ്പോൾ അത് ഇറ്റ്സ് പേഴ്സണൽ, അല്ലാതെ ഈ പറഞ്ഞ പോലെ അതൊരു ഗെയിം ഷോയിൻ്റെ ഭാഗമായിട്ട് ആ ഗെയിം ഷോയിൽ ഉള്ള എന്താണ് അതിൻ്റെ പേര്, ഗെയിം ഷോയിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂ. അതെന്താണ് പേഴ്സണൽ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് എൻ്റെ ഇഷ്യൂ അല്ല, അത് എഫക്ട് ചെയ്യുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ഇങ്ങനെ ഒരു ഫോൾസ് അക്യൂസേഷൻ വന്നിട്ട് ഒരു പ്രശ്നമാകുന്നത്. പിന്നെ അതുകൂടാതെ ഈ പറഞ്ഞ പോലെ ഓരോ സ്റ്റാൻഡ്സ്, ആൻറ്റി LGBTQ സ്റ്റാൻഡ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് ഞാനായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അത് വേറെ ആൾക്കാർ തന്നെ. ഇപ്പൊ കുറെ ഫൗണ്ടേഷൻസ് ഉണ്ട്, അല്ലെ കുറെ ഓർഗനൈസേഷൻസ് ഉണ്ട്, ഈ ആന്റി LGBTQ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ അവര് നോക്കിക്കോളും. നന്നായിട്ട് കളിക്കുന്നവരാണ് അവനവിടെ നിൽക്കുന്നതെന്ന് ആലോചിക്കുക. എല്ലാവരും നന്നായിട്ട് കളിക്കുന്നവരാണ് ഇപ്പൊ നിൽക്കുന്നത്, പോട്ടെ. പിന്നെ എന്താ പറയാ, അവരവരുടേതായിട്ടുള്ള രീതിയിൽ നെവിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന സമയം നന്നായിട്ട് കളിച്ചു, പിന്നെ കുറച്ച് ഡൗൺ ആയി. അത് ഞങ്ങൾ ഒരു നല്ല രീതിക്ക് പറഞ്ഞവനെ മനസ്സിലാക്കി, പിന്നെ വീണ്ടും അവൻ നന്നായിട്ട് കളിക്കുന്നു. പറഞ്ഞ് മനസ്സിലാക്കിയോണ്ടല്ല, അവൻ അവൻ്റേതായിട്ടുള്ള രീതിയിൽ അവൻ ഓക്കെ. ഇപ്പൊ നിൽക്കുന്ന എല്ലാവരും നല്ല സ്ട്രോങ് ആണ്, നിൽക്കട്ടെ, നന്നായിട്ട് കളിക്കട്ടെ, അല്ലേ? ലൈക്ക് എനിക്ക് കുറച്ച് ആൾക്കാർ നമ്മൾ എന്താന്ന് വെച്ചാൽ ഗെയിം വിലയിരുത്തുക, ഓരോരുത്തരുടെ ഗെയിം വിലയിരുത്തുക. അപ്പൊ നെവിൻ ഫസ്റ്റ് ദിവസം തൊട്ടൊരു ഗെയിമറാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ വിജയിപ്പിക്കാൻ നെവിൻ നമ്മളായിട്ടുള്ള പേഴ്സണലായിട്ട് ഞാൻ പറയുമ്പോൾ ഫേവറേറ്റിസം ആയിട്ട് തോന്നും. ഞാൻ അനിയൻ, നമ്മളെ അനിയൻ ആയിട്ടാണല്ലോ കൂട്ടിയേക്കണം നെവിനെയും, അതേപോലെ തന്നെ അനിയൻ തന്നെ. അപ്പൊ അവർ രണ്ടുപേരും മുന്നോട്ട് പോകണമെന്നാണ് നമ്മുടെ താല്പര്യം. നമ്മുടെ താല്പര്യം പോലെ അല്ലല്ലോ പ്രേക്ഷകർ പിന്തുണ കിട്ടുക എന്ന് പറയുന്നതാണ് വലിയ കാര്യം. ഇപ്പൊ നിൽക്കുന്നതായിക്കോട്ടെ, അവിടെ നിന്നിട്ടുള്ളവർക്ക് ഈ പ്രേക്ഷക പിന്തുണ യഥാർത്ഥത്തിൽ കിട്ടുന്നുണ്ടോ എന്നതാണ് ക്വസ്റ്റ്യൻ. അത് ഒരാൾ ഗെയിമായിട്ടാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഗെയിം ഷോ, റിയാലിറ്റി TV, അത് റിയൽ ആണല്ലോ, എല്ലാവരും റിയൽ പീപ്പിൾ ആണ്. അവിടെ റിയൽ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒരു പക്ഷേ TV കാണുമ്പോൾ റിയൽ അല്ലായിരിക്കും, അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ റിയൽ ആയിട്ട് തോന്നില്ല. നമ്മൾ മാക്സിമം റിയൽ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്കാണ് ഈ പറഞ്ഞ പോലെ ഫേക്ക് ആയിട്ട് ഒരു ഐഡിയോളജിയിൽ വന്ന ആൾക്കാരായിട്ട് നമുക്ക് പ്രശ്നം ഉണ്ടാവുന്നത്. അത് പക്ഷേ ഒരു പക്ഷെ നമ്മുടെ സ്ട്രാറ്റജി അല്ലായിരിക്കും, അവരുടെ വേറെ ആയിരിക്കും. PR അത് ഞാൻ വീണ്ടും പറയാണ്, PR-ന് നല്ലൊരു പങ്കുണ്ട് അവിടെ ആര് നിൽക്കണം എന്ന് തീരുമാനിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ PR ഒരാളെ പൊക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, നേരെ വന്ന് മറ്റൊരാളെ താഴ്ത്തി കാണിക്കണമെന്നല്ലോ. അത് ഈ പറഞ്ഞ പോലെ ഒരുപാട് ആർമീസ് ഉണ്ട്, അത് ഭയങ്കര നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യില്ല. ഇവിടെ
വേറൊരു കാര്യം കൂടെ ഉണ്ടാ, ഈ PR എന്ന് പറയുന്നത് ഭൂരിഭാഗം പേരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അത് മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ PR എന്ന് പറയുന്നത് ഈ ഇവരുടെ നല്ല വീഡിയോസ് മാസ് വീഡിയോസ് ഒക്കെ എടുത്ത് പുറത്ത് കാണിക്കുക, ക്യൂട്ട് വീഡിയോസ് പുറത്ത് കാണിക്കുക എന്നുള്ളത് മാത്രമാണ് കാണിക്കുന്നതെന്നാണ്. അതല്ല ശരിക്കും. PR എന്ന് പറയുന്നത് ഇത്ര ഫാൻസ് പേജിൻ്റെ, അതായത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, ഇന്ന ഇപ്പോൾ ഓരോ ഫാൻ പേജുകളുണ്ടല്ലോ, ഇന്ന ഫാൻ പേജിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ വോട്ട് ഇത്ര പൈസ കൊടുത്ത് അല്ല അത് മാത്രമല്ല പൈസയുടെ വിഷയത്തിനേക്കാളും കൂടുതൽ എന്താണെന്ന് അറിയോ ഇവരെന്താ ചെയ്യുന്ന പറഞ്ഞാല് നെഗറ്റീവായിട്ട് കമന്റ്സ് ബാക്കിയുള്ളവരിൽ ഇടുക. ഒരു ഫുൾ എല്ലാ അക്കൗണ്ട്സും 0 ഫോളോയിങ്ങും ബോട്ട് അക്കൗണ്ട് ഒക്കെ ആയിരിക്കും. ഇതൊക്കെ ആയിരിക്കും വന്നിട്ട് കമന്റ് ഇടണം, അത് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ നമ്മള് ഈ പറഞ്ഞ പോലെ ഒരു സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനടി നമ്മൾ കിടന്ന് കരയാണെന്നൊക്കെയാണ് പറയുന്നത്. കരയണല്ല, എനിക്ക് ഇതിനുള്ള മറുപടി ഇപ്പൊ ഗെയിം കഴിഞ്ഞ് നല്ല രീതിയിൽ പറയാൻ അറിയാം. നേരത്തെ നിങ്ങൾ ഗെയിമിലല്ലേ കണ്ടിട്ടുള്ളൂ, അതിന് മുമ്പും അതിന് ശേഷം സെയിം വ്യക്തിത്വമാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു പേഴ്സൺ ഒരു PR വെച്ച് ഭയങ്കര മാസ് കാണിച്ച് ഒന്നുമല്ലാത്തൊരു ഗെയിമറിനെ വലിയ ഇതായിട്ട് കാണിക്കുമ്പോൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം നിർബന്ധമില്ലല്ലോ. എനിക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ലോ പഠിച്ച കാരണം ലീഗലി എന്ത് ചെയ്യണം എന്നുള്ളത് കറക്റ്റായിട്ട് അറിയാം. അതുകൊണ്ട് ഇപ്പൊ എൻ്റെ ഒരു അഭിപ്രായം ഇടുമ്പോൾ നീ അഭിപ്രായം പറയണ്ടെന്ന് പറയാൻ വേണ്ടി അങ്ങനെ ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ കഴിഞ്ഞ ദിവസം ലക്ഷ്മി ഇത് വിഷയത്തെ കുറിച്ച് പറയാനല്ല, ലക്ഷ്മി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം അവിടെ ഒരു ഇന്റർവ്യൂ നടന്നിരുന്നു. ആ ഇന്റർവ്യൂവിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കുട്ടീനെ കാണിച്ചിരുന്നു, ബിഗ് ബോസ് കാണിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അല്ല അങ്ങനെയല്ല, ഇത് അത് വിഷയമല്ല പറയണേ. ലക്ഷ്മിയുടെ സഹോദരൻ പിറ്റേ ദിവസം ഒരു PR TV വിളിച്ചിട്ടുള്ള ഇന്റർവ്യൂ കൊടുത്തപ്പോൾ പറഞ്ഞത് കുട്ടിയെ കാണിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇന്നത്തെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ലക്ഷ്മിയെ കുട്ടീനെ ബിഗ് ബോസിന് ലക്ഷ്മിയെ മാത്രമായിട്ട് കാണിച്ചിരുന്നു, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു, ഹസ്ബൻഡുമായിട്ടുള്ള ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് കുട്ടിയെ കാണിക്കാവുന്ന എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിരുന്നു. എന്തോ സോറി കേട്ടില്ല. കുഞ്ഞിനെ കാണിച്ചിരുന്നു പറഞ്ഞിരുന്നു, ബിഗ് ബോസ് കാണിച്ചു. ഇതെന്താ പ്രശ്നം എന്നറിയോ, നമ്മള് ഇതിനകത്ത് അല്ല ഞാൻ ഡീറ്റെയിൽ ചെയ്ത് നിങ്ങൾ ഇതിനോട് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞല്ല, താല്പര്യമില്ല. കാരണം വെച്ചാല് ഞാൻ വരുമ്പോട്ടെ നമ്മള് ഗെയിം കളിച്ച ആൾക്കാരാ, നമ്മളൊരിക്കലും ഗെയിം TV കണ്ട ആൾക്കാരല്ല. അപ്പോൾ നമുക്കറിയില്ല പുറത്ത് നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്, നിങ്ങൾ എന്തൊക്കെയാണ് കാണാതിരിക്കുന്നത്. അപ്പൊ ബിഗ് ബോസിന്റെ ഷോയിൽ നടന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് കോൺട്രാക്ട് പ്രകാരം ഈ പറഞ്ഞ പോലെ അത് വെളിപ്പെടുത്താൻ പാടില്ല. അപ്പൊ അത് കാരണം തന്നെ അതാ ഞാൻ പറഞ്ഞ പുള്ളിക്കാരത്തിനോട് ചോദിക്കേണ്ടി വരും, നിങ്ങൾ പുള്ളിക്കാരത്തിയോട് തന്നെ ചോദിക്കുക, അതാ ബെസ്റ്റ്. ഞങ്ങളിപ്പോ പറഞ്ഞ പോലെ ഗെയിം ഷോ കഴിഞ്ഞിട്ട് ഓക്കെ പിന്നെ ഒന്നാമത്തെ സംസാരിക്കാം. ഈ പരിപാടിയൊക്കെ മൈൻഡിന്നേ കളഞ്ഞു. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറെ നാളുകൊണ്ട് ഇവനെ ഒന്ന് കാണുക വന്ന് കാര്യം, എനിക്ക് എന്റെ മൈൻഡിൽ വേറെ പരിപാടികളിലും ഇവനെ വന്ന് ഇത്രയും ദിവസമായിട്ട് ഫ്രണ്ട്ഷിപ്പ്, അതും ഈ പറയുന്ന ഓൺലൈൻ മീഡിയസ് ഒരുപാട് പേര് ചോദിക്കുന്നു, PR ടീംസ് നീയൊക്കെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ട് നീയൊക്കെ ഒന്നും കണ്ടില്ലല്ലോ, ഇതാണോ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെന്തായാലും കാണും. എല്ലാവർക്കും തിരക്കുണ്ട്, എല്ലാരും കാണും. ഞാനിപ്പോ എല്ലാ പഴയ ബിഗ് ബോസ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ സീസണിൽ ഇറങ്ങിയ ആൾക്കാരായിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് കണ്ടായിരുന്നു. അക്ബറിന്റെ ഒരു പരിപാടിക്ക് പോയായിരുന്നു, അതിൽ എനിക്ക് വരാൻ പറ്റിയില്ല. ശരിക്കും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൽ അന്ന് വീഡിയോ കോൾ ഇവൻ വിളിച്ചെന്നെ ഞാൻ വീഡിയോ കോൾ ചെയ്തായിരുന്നു. വരാൻ പറ്റും. നേരത്തെ പറഞ്ഞാൽ നമ്മളിപ്പോ ഗെയിമിനകത്ത് വേറൊരു മൈൻഡ് സെറ്റാണ്. ഗെയിമിനകത്ത് നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു എന്താ പറയാ, നമ്മളിപ്പോ അതിനകത്തും പുറത്തും എപ്പോഴും ആരും ഉപദേശം കേൾക്കാറില്ല. ഈ പറഞ്ഞ പോലെ ഒരാൾ വന്നിട്ട് നീ ഇങ്ങനെയാണ് നീ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കില്ല. ഞാൻ എന്തുകൊണ്ടാണ് ബിഗ് ബോസ് കയറിയെന്നുള്ളത് ഈ പറഞ്ഞ പോലെ അതുകൊണ്ടാണ്, എപ്പോഴും ഒരു അഭിപ്രായം ഉള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരൊറ്റ നിലപാടുള്ളൂ എപ്പോഴും, അല്ലാതെ നിലപാട് മാറ്റി കളിക്കാറൊന്നുമില്ല. നിലപാട് ഇല്ലാത്ത ആൾക്കാർക്കാണ് ബുദ്ധിമുട്ട്. അപ്പൊ അവരെന്താന്ന് വെച്ചാൽ PR വഴിയോ ആർമി വഴിയോ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. അല്ല ഇപ്പോഴും ബിഗ് ബോസിൽ ഡ്രാമ കളിക്കുന്നത് ആരായിരിക്കും? പലരും പറയുന്നത് ഗെയിം കാണുന്നില്ല, അറിയില്ല. അല്ല നിങ്ങൾ നിന്നിടത്തോളം അതും ഗെയിം അല്ലേ? ഇപ്പൊ ഡ്രാമ കളിക്കുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും ഗെയിം അല്ലേ? അത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടല്ലേ ഒരു ഡ്രാമ. ഇപ്പൊ പറഞ്ഞ ഡ്രാമ, ഈ ഗെയിം ആ ഗെയിം, ഫെയർ ഗെയിം, അങ്ങനെയൊന്നുമില്ല. ഗെയിമേ ഉള്ളൂ, ഓരോരുത്തരും ഗെയിമാണ്. ആയിരിക്കും TV ആരെന്താ കാണണമെന്ന് അറിയില്ല. TV ചിലപ്പോൾ എല്ലാവരും എന്താ എടുക്കുന്നത്. ഇപ്പൊ ഇവര് റെലവെന്റ് ആയിരിക്കണം, നമ്മൾ റെലവെന്റ് ആയിട്ട് ഇരിക്കണമല്ലോ. ഒരാഴ്ചയിൽ നമ്മൾ നോമിനേഷനിൽ വന്നു, നമ്മൾ എങ്ങനെയാണ് റെലവെന്റ് ആവുക, നമ്മൾ എങ്ങനെയാണ് പുറത്ത് റെലവെന്റ് ആവുക എന്നുള്ളത് നമ്മുടെ ഗെയിമാണ്. അപ്പൊ അവരവരുടെ ഗെയിം റെസ്പെക്ട് ചെയ്യുക, അവരവരുടെ ഗെയിമിൽ അവരൊരു എങ്ങനെയാണ് സാറ്റിസ്ഫൈഡ് ആണ് അവരവർ. നമ്മളെ അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞില്ല, അഭിപ്രായം ആവശ്യമില്ല, എല്ലാവരും ഗെയിമേഴ്സ് ആണ്. ആരോടും പോയിട്ട് അങ്ങനെ അവരുടെ ഗെയിം. ഇപ്പൊ ഷാനവാസിന്റെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര അറ്റാക്ക് വരുന്നുണ്ട്. ഈ ആദിലാനൂറ പെങ്ങളുട്ടി ആങ്ങളുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചോദ്യത്തിനൊക്കെ ആൻസർ കൊടുക്കണം വേണ്ടല്ലോ.
അല്ല നിങ്ങള് അവിടെ എസ് കണ്ടസ്റ്റന്റ് എന്ന നിലയില് അവിടെ നിന്ന് കഴിഞ്ഞ ആൾക്കാരല്ല അപ്പൊ Ex നിങ്ങൾക്ക് contestant അല്ല, അല്ല നിങ്ങൾ അവിടെ നിന്ന് ഇപ്പൊ ഇറങ്ങിക്കഴിഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് തിരിച്ച് പോണല്ലോ. അല്ല പറഞ്ഞു പറഞ്ഞാല് നിങ്ങൾ Ex അവിടെ contestant അല്ല. അല്ല ഞാൻ പറഞ്ഞത് പറഞ്ഞാല് അവിടെ നിന്ന് കഴിഞ്ഞ ആൾക്കാരെന്ന നിലയിൽ നിങ്ങൾക്ക് അതിന് ഉത്തരം പറയാൻ എന്താ ഉള്ളത്? ഷാനവാസ്, ആദില, നൂറ, പെങ്ങളുട്ടി, ആങ്ങളുട്ടി എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. അതില് നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? സോഷ്യൽ മീഡിയയിലല്ലേ പറഞ്ഞേ, ഞങ്ങളല്ലോ. ഇപ്പൊ ഷാനവാസും ആദിലെന്നോറും പെങ്ങളുട്ടിക്കാട് അല്ലെന്നുണ്ടെങ്കിൽ ആളെ കളിച്ചോട്ടെ, ഞങ്ങളും അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രദേശക്കാടല്ലേ. എനിക്ക് അതിനോട് സിസ്റ്റേഴ്സ് ആണല്ലോ, പിന്നെ അപ്പൊ ഞാൻ പെൺകുട്ടിക്കാട് എടുത്തോ ഇല്ലല്ലോ. അതങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർക്ക് പലതും പറയാം. അപ്പൊ ഈ പറഞ്ഞ പോലെ എന്താണ് അതിന്റെ പേര്, അക്ബറിന്റെ സിസ്റ്റേഴ്സ് ആയിരുന്നല്ലോ ആദ്യം അതിലെന്ന് പറയും. പിന്നെ ബിന്നി ഞങ്ങളുടെ സിസ്റ്റർ ആയിട്ട് വരുമോ, പിന്നെ ഈ പറയുന്ന അനുമോള് അല്ലേ, എല്ലാരും സിസ്റ്റേഴ്സ്. അതിനകത്ത് നിൽക്കുമ്പോഴത്തേക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ വരും. പക്ഷെ എന്താ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഗെയിമിലുപരി ഒരു പിന്നീന്ന് കുത്തുന്ന ഒരു ക്യാരക്ടർ ഉണ്ടാക്കാതിരിക്കുക, അതാണ് വേണ്ടത് എല്ലാവരും. ഈ പറഞ്ഞ പോലെ ഈ ഗെയിമിന്റെ പുറത്ത് എന്ത് ആൾക്കാർ ചർച്ച ചെയ്യുന്നു, ഞാൻ ഇപ്പോഴേ പറയാം വ്യക്തമായിട്ട്, എന്ത് ആൾക്കാർ ചർച്ച ചെയ്യുന്നു, PR എന്ത് സംസാരിക്കുന്നു, അതൊന്നും നമ്മളെ എഫക്ട് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഈ ഗെയിം കളിച്ചത് വേറെ മൈൻഡ് സെറ്റിലാണ്. അപ്പോൾ ഗെയിം കളിക്കാന്നുള്ള രീതിയിലാണ്, അല്ലാതെ ഗെയിമിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ വീണ്ടും കളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഡ്രാമ ആയിട്ട് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഫെയർ ഗെയിം ആയിട്ട് തോന്നുകയാണെങ്കിൽ, ഡേർട്ടി ഗെയിം ആയിട്ട് തോന്നുകയാണെങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചപ്പാട് മാത്രമാണ്. നമ്മളതിൻ്റെ ഉള്ളിൽ ഒരു ഗെയിമറിൻ്റെ ഗെയിം റെസ്പെക്ട് ചെയ്യുക. ഈ പറഞ്ഞ പോലെ ഒരു ഇപ്പോൾ അനുമോൾ, ഷൈത്യ, ആദില, നൂറ, ഇവരൊക്കെ നമ്മൾ സിസ്റ്റേഴ്സ് പോലെ തന്നെയാണ്. ഞാൻ പറഞ്ഞത് സിസ്റ്റേഴ്സ് ആണ് അവർ. അപ്പോൾ ആ രീതിയിലേ സംസാരിച്ചിട്ടുള്ളൂ. അത് എല്ലാവരും അങ്ങനെയല്ലേ. നമ്മളിപ്പോൾ എന്താണ് അവർ ചേട്ടാന്ന് വിളിക്കുന്നു, അതിൻ്റെ ഒരു റെസ്പെക്ട് തിരിച്ചു. പക്ഷെ ഗെയിമിൽ അങ്ങനെയല്ലല്ലോ. ഗെയിമിൽ എല്ലാവരും ഈക്വലാ. ഇപ്പം റെന മോള് എല്ലാവരും സിസ്റ്റേഴ്സ് ആയിട്ട് വരും. ഇപ്പം ഈ പറഞ്ഞ പോലെ ബിന്നി അല്ലെ, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ ഷാനവാസ് പെങ്ങളുട്ടിക്കാട് എടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് സോഷ്യൽ മീഡിയയിലുള്ള പെർസ്പെക്റ്റീവ് ആണ്. അല്ലാതെ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. കാരണം അവിടെ എല്ലാവർക്കും ഒരു ബോണ്ട് ഉണ്ടാവും. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മള് ഇത്രയും ദിവസം ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് എന്ത് വന്നാലും ഒരു ബോണ്ട് ഉണ്ടാവും. അപ്പൊ ഒരു റെസ്പെക്ട്, ചേട്ടാ സിസ്റ്റർ അല്ലെങ്കിൽ അങ്ങനെ ഒരു റെസ്പെക്ട് നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്ന കാര്യമാണ്. അത് ആൾക്കാരുടെ കാഴ്ചപ്പാട്. അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതെ അങ്ങനെ ഉണ്ടാവും, കാണാമല്ലോ. പക്ഷെ പ്രശ്നത്തിലുപരി അവര് ഈ പറയുന്ന പോലെ കണക്ഷനും ബോണ്ടിങ്ങുമാണ് ഉണ്ടാവും സ്വാഭാവികമായിട്ട്. ഇപ്പൊ ഞാനൊരു ഫ്രണ്ട്സ് ആണെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോ ഒരു പക്ഷേ ഫസ്റ്റ് ദിവസം തൊട്ട് എങ്ങനെയാണ് കണക്ഷൻ ആയതെന്ന് സോഷ്യൽ മീഡിയ ചിലപ്പോൾ കാണില്ല, അല്ലെങ്കിൽ നിങ്ങൾ TV കാണില്ല. ഞങ്ങൾ കണക്ഷൻ ആകാൻ പല കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ ഒരു പക്ഷേ ഇവന് ഇഷ്ടമുള്ള രീതിയിലായിരിക്കും ഫുഡ് നമ്മൾ കഴിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഈക്വൽ ആയിട്ട് നമുക്ക് പുറത്തുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിക്കാം. അതൊക്കെ കൊണ്ടായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ അവിടെ ഈ ഷാനവാസ് ഇപ്പം ആദില, നൂറ ഞാനായിട്ടുള്ള കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ല കണക്ഷൻ. അതായത് ആദിലായിട്ട് അവള് ആലുവ എന്നുള്ള രീതിയിലായതുകൊണ്ട് ഞാൻ അവളുടെ ഭാഷയും സിമിലർ ആയതുകൊണ്ട് നമ്മൾ മര്യാദയ്ക്ക് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാം കൊച്ചിക്കാരാണ് ഈ പ്രാവശ്യം. അത് നമ്മൾ എന്തെങ്കിലും ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഞാനും ബിന്നി, ആ സാമാനും അവനും ബാക്കിയുള്ള 3 പേര്. അനുമോളൊക്കെ ഇറങ്ങിയുണ്ട് കേട്ടോ. അനുമോളുണ്ട്. പക്ഷെ പിന്നെ ഈ പറഞ്ഞ 4 പേര്. അപ്പൊ ഈ സാമൂഹിക വിഷയം വെച്ചിട്ട് നിങ്ങൾ അവിടെ ഇരുന്ന് ചർച്ചയൊക്കെ നടത്തിയായിരുന്നു, ഒരുമിച്ച് കോളേജിൽ പോയിട്ട് ഡാൻസ് കളിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ പിന്നെ അല്ല നമ്മളാടാ പറഞ്ഞ നമ്മള് 3 ഇല്ലേ സാവുമാൻ ഈ പറഞ്ഞ പോലെ ഞങ്ങളായിട്ട് നല്ല കണക്ഷൻ.